BJP എന്തായാലും ഒരു അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് വടക്കാഞ്ചേരി ഏരിയയിൽ നമുക്ക് കുമ്പളങ്ങാട് സീറ്റ് ഇപ്പോൾ 2 ടൈമായി BJP വിജയിക്കുന്നു. ഇപ്പോൾ മൂന്നാം ഹാട്രിക്ക് അടിച്ചു, മൂന്നാമത്തെ ടൈം വിജയിച്ചു. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഒരു പ്രവർത്തകരുടെ ഒരു കഠിനാധ്വാനം, അതുപോലെ തന്നെ മുന്നേ കവിത കൗൺസിലായിരുന്ന കവിതയുടെ ഒരു നല്ല പ്രവർത്തനം, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്കുണ്ടായി. എല്ലാ ആളുകളെയും കൂടെ നമുക്ക് നിൽക്കാൻ സാധിച്ചു. അവരുടെ എല്ലാ വിഷമങ്ങളിലും നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വാർഡ് വിഭജിച്ച് BJPയുടെ ഉറച്ച വോട്ടുകളുണ്ടായ സ്ഥലമൊക്കെ അവർ വെട്ടിമാറ്റി പല പല സ്ഥലത്തേക്ക് മാറ്റിയിട്ടു. അതിൽ നമ്മൾ അതിജീവിച്ച് കയറി. മാത്രമല്ല വടക്കാഞ്ചേരി ഏരിയയിൽ ആ സീറ്റ് നിലനിർത്തുകയും ചെയ്തു. മുണ്ടത്തിക്കൂടി പുതിയൊരു സീറ്റ് പിടിക്കും കൂടി BJP ചെയ്തു. അപ്പോൾ BJPയെ സംബന്ധിച്ച്, വടക്കാഞ്ചേരി ഏരിയയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മുണ്ടത്തിക്കോടിയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ആളുകളിലേക്ക് നമ്മൾ കൂടുതൽ എത്തുന്നു. അല്ലെങ്കിൽ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ കൂടുതൽ നല്ല നല്ല ജനക്ഷേമകരമായ പദ്ധതിയുടെ ആളുകളിലേക്ക് എത്തുന്നു. അതിൻ്റെ ഗുണങ്ങൾ കൂടിയുണ്ട്. ഇവിടെ 10 വർഷം നമ്മൾ BJPയുടെ ഒരു ഭരണം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നല്ല കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അവരൊക്കെ കൂടെ നിർത്താൻ സാധിച്ചു. അവരുടെയൊക്കെ അനുഗ്രഹം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്.